നിൽക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് നമ്മൾ പങ്കെടുക്കുന്ന ഈ വചന ശുശ്രൂഷയും ദിവ്യകാരുണ്യ ആരാധനയും നമ്മുടെ എല്ലാ ജീവിതം മുഴുവനെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നമുക്കിരിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഏതാണ്ട് 2 മാസമായി കാണൂലേ ഒന്നിച്ചൊന്ന് വചന ശുശ്രൂഷയിൽ കൂടിയിട്ടില്ലേ? 2 മാസമായെന്ന് തോന്നുന്നു. നമ്മൾ ക്രിസ്മസിൻ്റെ ധ്യാനമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതായത് ഇനി 2 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാൾ ക്രിസ്മസ് നമ്മൾ കൊണ്ടാടും. ക്രിസ്മസിൻ്റെ ശുശ്രൂഷ പാതിരാ കുർബാന ഇല്ലേ? പാതിരാ കുർബാന എന്നല്ലേ പറയുന്നത്? അന്നോ പാതിരാ കുർബാന. അപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ ശുശ്രൂഷ, ക്രിസ്മസ് വിശുദ്ധ കുർബാന, അത് കഴിഞ്ഞ് നോമ്പൊക്കെ മുറിച്ച് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളൊക്കെ നേർന്ന് നമ്മൾ അങ്ങനെ ക്രിസ്മസിൻ്റെ ആ ഒരു വിശുദ്ധമായ പുണ്യ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരുക്കം മനസ്സിലായോ? ക്രിസ്മസിലേക്കൊരു ഒരുക്കം നമ്മൾ നടത്താൻ പോവുക. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് 2 രീതിയിൽ നമുക്ക് ഒരുങ്ങാൻ പറ്റും. മനസ്സിലായോ? 2 രീതിയിൽ ഒരുങ്ങാം. ഒന്ന്, ലൗകികമായ രീതിയിൽ നമുക്ക് ഒരുങ്ങാം. മനസ്സിലായോ? രണ്ടാമത് ഏതാ? ആത്മീകമായിട്ട് നമുക്ക് ഒരുങ്ങാം. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക മക്കളെ? നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീകമായ എന്ത് ശുശ്രൂഷയ്ക്ക് മുൻപും നിങ്ങൾ ആത്മീകമായിട്ട് ഒരു ഒരുക്കം ഉണ്ടാകണം. മനസ്സിലായോ? ആത്മീകമായ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് മുൻപ്, നിങ്ങൾ സ്വീകരിക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആത്മീകമായിട്ട്, ലൗകികമായിട്ട് ഒരുങ്ങല്, ലോകത്തിന്റെ രീതിയിൽ ഒരുങ്ങരുത്. പിന്നെയോ ആത്മീകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊരു വീട് വെക്കാൻ പോകുന്നു. നിങ്ങളൊരു പുതിയ വീട് വെക്കുന്നു. വീട് വെക്കുമ്പോൾ നിങ്ങളുടെ വീടിന് 2 രീതിയിലുള്ള ഒരുക്കമുണ്ട്. ഒന്ന് ലൗകികമായ ഒരുക്കമുണ്ട്, ആത്മീകമായ ഒരുക്കമുണ്ട്. ലൗകികമായ ഒരുക്കം എന്തൊക്കെയാ? ലൗകികമായ ഒരുക്കം എന്തൊക്കെയാ? എന്താ? വീട് നിർമ്മാണത്തിന് ആവശ്യമായ എന്തൊക്കെയുണ്ടോ അതെല്ലാം ലൗകികമായ ഒരുക്കമാണ്. കട്ട, സിമെന്റ്, കമ്പി, ഫർണിച്ചർ, ഇനി വീട് നിർമ്മിക്കാനുള്ള പണം, മനസ്സിലായോ? അതിൻ്റെ മറ്റ് സാധന സാമഗ്രികൾ, ഇനി വീട് നിർമ്മിക്കുന്ന മനുഷ്യര്, അവരൊക്കെ ലൗകികമായ ഒരു ഒരുക്കമാണ്. ഇനി ആ വീട് നിങ്ങളുടെ ആ വീട്ടിൽ ആത്മീകമായൊരു ഒരുക്കം എങ്ങനെയാ വരുന്നത്? ലൗകികമായ ഒരുക്കം നമ്മൾ കണ്ടു, എന്തൊക്കെയാന്ന് കണ്ടു. ആ വീട് നിർമ്മാണത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ, സാധന സാമഗ്രികൾ, മനുഷ്യര്, അവരൊക്കെയാണ്. ഇനി ആത്മീയമായ ഒരുക്കോ? അതെന്താ? പ്രാർത്ഥന. അതായത് ഒരച്ഛനെ കൊണ്ട് നിങ്ങൾ ആ വീട് ബ്ലസ് ചെയ്യുന്നത് എന്നാണോ, അതാണ് നിങ്ങളുടെ ഭവനത്തിന്റെ ആത്മീകമായ ഒരുക്കം. എല്ലാ കാര്യത്തിലും, നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയിലും നമുക്ക് 2 രീതിയിൽ ഒരുങ്ങാൻ പറ്റും. പക്ഷേ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഏതിനാ? എന്റെ മുമ്പിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുക. നിങ്ങൾ പഠിക്കുന്ന പാഠത്തിൽ 2 രീതിയിൽ ഒരുങ്ങാം. ആത്മീകമായ ഒരുക്കം ഒരുങ്ങാം, ഭൗതികമായ ഒരുക്കം ഒരുങ്ങാം, അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരുക്കം ഒരുങ്ങാം. എന്താ ലോകത്തിന്റെ ഒരുക്കം? ലോകത്തിന്റെ ഒരുക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതാ. മനസ്സിലായോ? നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങളുടെ പാഠപുസ്തകം എടുക്കുന്നത്, പഠിക്കുന്നത്, അതിന്റെ എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുക്കി തരുന്നത് ലോകത്തിന്റെ ലൗകികമായ ഒരുക്കമാണ്.
അതിന് ആത്മീകമായ ഒരു ഒരുക്കം അതിലേക്ക് വരുന്നത് എപ്പോഴാ? ആത്മീകമായ ഒരുക്കം വരുന്നത് എൻ്റെ മക്കളെ, നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്നതിന് മുൻപ് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കുന്നതാണ്. നിങ്ങൾ പരീക്ഷ ഹാളിലേക്ക് കയറുന്ന സമയത്ത് പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ പ്രാർത്ഥിച്ച് ഒന്ന് ഒരുങ്ങുക. അല്ലെങ്കിൽ ദൈവത്തിന്റെ കയ്യിലേക്ക് നിങ്ങളുടെ അന്നത്തെ ആ ഒരു ജീവിതത്തെ, ആ ജോലിയെ, ആ പരീക്ഷയെ നിങ്ങൾ കൊടുക്കുന്നതാ. എന്ത്? ആത്മീകമായ ഒരുക്കം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അപ്പൊ നമ്മൾ ഈ ക്രിസ്മസിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ക്രിസ്മസിന് മുന്നോടിയായിട്ട് നമ്മൾ ലൗകികമായിട്ട് ഒരുങ്ങുന്നോ ആത്മീകമായിട്ട് ഒരുങ്ങുന്നോ? ആത്മീകമായിട്ട് ഒരുങ്ങി. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി, അല്ലേ? പ്രാർത്ഥിച്ച് ഒരുങ്ങി വചനം കേട്ട് പുതിയ തീരുമാനമെടുത്ത് നമ്മൾ ഈ ക്രിസ്മസിലേക്ക് പ്രവേശിക്കുന്നത്. എൻ്റെ പ്രിയ മക്കളെ, ഈശോ തന്നെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഇത് കാണിച്ചു തരുന്നുണ്ട്. മനസ്സിലായോ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20-ാം വാക്യം കേൾക്കാമോ? യോഹന്നാൻ 17:20. ബൈബിളുണ്ടോ? അവർക്ക് വേണ്ടി മാത്രമല്ല, കണ്ടോ? അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത് ആര് പ്രാർത്ഥിച്ചതാ? ഇതാരാ പ്രാർത്ഥിച്ചത്? അവർക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ അവരിലൂടെ അവരുടെ അവരുടെ എന്താ പറയുക, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇത് ആരാ ഇവിടെ പ്രാർത്ഥിക്കുന്നേ? ആരാ പ്രാർത്ഥിക്കുന്നേ? ഈശോ തന്നെ പ്രാർത്ഥിക്കുന്നേ. യഥാർത്ഥത്തിൽ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈശോ ദൈവമല്ലേ? ഈശോ ദൈവമല്ലേ? ദൈവത്തിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം കേട്ടോ. ദൈവത്തിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഈശോ ദൈവമാണ്, നമ്മൾ മനുഷ്യരാ, നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവ് ദൈവമാ. ഇനി വീണ്ടും ഒരു വചനമുണ്ട്. അതായത് ലൂക്ക 6:12 മുതൽ ഞാൻ വായിച്ചു തരാം, നിങ്ങൾ നോക്കിയാൽ മതി. ലൂക്ക 6:12 മുതൽ. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. ഈശോ പ്രാർത്ഥിക്കാൻ പോവാ മലമുകളിൽ. എന്നിട്ട് ആ രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇനി പ്രാർത്ഥിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ചിന്തിച്ചതാ, യേശു ദൈവമാ, ഇല്ലേ? യേശു ദൈവമാ. പക്ഷേ ദൈവത്തിന് അങ്ങനെ നീ പ്രാർത്ഥിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങളുടെ ഉത്തരവ് എന്താ? ഈ 2 വചനം കേട്ടിട്ട് നിങ്ങളുടെ ഉത്തരവ് എന്താ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലേ? ദൈവത്തിന് പ്രാർത്ഥിക്കണോ? ദൈവം അങ്ങനെ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ യേശുവും ദൈവം ഒന്നാ. മനസ്സിലായോ? അതായത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ബൈബിളിലെ കറണ്ട് പോലെ മൈക്ക് മാറ്റി വെക്കാം. ബൈബിളിലെ ഓരോ സംഭവവും, ഓരോ ഉപമയും, അല്ലെങ്കിൽ ബൈബിളിലെ ഓരോ വ്യക്തികളുടെ ജീവിതവും, ഇത് നമ്മൾ ഇത് എങ്ങനെ എടുക്കണം എന്നറിയാമോ? ഇത് എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് ഞാൻ ശ്രമിക്കണം. മനസ്സിലായോ? ബൈബിളിലെ ഓരോ സംഭവങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ചില മുന്നറിയിപ്പാ. അത് ഞാൻ ദൈവവചനത്തെ പറ്റി ഒരിക്കലും പറഞ്ഞു തരുമ്പോൾ അന്നേരം പറയാം. മനസ്സിലായി? നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ബൈബിളിലെ ഓരോ സംഭവങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? എൻ്റെ ജീവിതത്തിൽ നടത്താനായിട്ട് ഞാൻ ശ്രമിക്കണം. അപ്പൊ ഈശോ ഇവിടെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, എൻ്റെ മക്കളെ, യേശു പ്രാർത്ഥിച്ചെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അത്ര തന്നെ. യേശു നോമ്പെടുത്തു, ഇല്ലേ? യേശു ഉപവസിച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? യേശുവിൽ വിശ്വസിക്കുന്ന ഞാനും ഉപവസിക്കണം. യേശു ശത്രുക്കളെ സ്നേഹിച്ചു, അങ്ങനെ ബൈബിളിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ എന്ത് ചെയ്യണം? ശത്രുക്കളെ സ്നേഹിക്കണം. മനസ്സിലായോ? അതായത് ബൈബിളിലെ ചില സംഭവങ്ങൾ, ചില വ്യക്തികളുടെ ജീവിതങ്ങൾ, ചില ഉപമകൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നത്, അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്താനായിട്ട് ശ്രമിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ യേശുവിനെ പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം യേശു ആരാ? ദൈവമാ. യേശു ദൈവം തന്നെയാ. യേശുവിനെ പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഈശോ ഇവിടെ പ്രാർത്ഥിക്കുക. യോഹന്നാൻ 17:20 അവിടെ യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് എന്താ പറയുന്നേ? യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുന്നേ? ഞാൻ അവർക്ക് വേണ്ടി അവരുടെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതായത്
നാളെ നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ച് ഈശോ ഇപ്പോഴേ പ്രാർത്ഥിക്കുക. മനസ്സിലായോ? നാളെ ഇന്ന് നടക്കുന്നതല്ല, നടന്നു പോയതല്ല. ഈ ലോക അവസാനം വരെ ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് ഈ ദൈവവചനത്തിൽ വിശ്വസിക്കുമ്പോൾ, എന്റെ മക്കളെ, ഈ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി, ലോകാവസാന വേളയിൽ ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയും കൂടെ ഈശോ പ്രാർത്ഥിക്കുക. അതായത് നാളെ നടക്കാൻ പോകുന്ന ഒരു സംഭവത്തിന് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുക. ഇനി നമ്മള് ലൂക്കായിൽ വരുമ്പോൾ അവൻ മലമുകളിലേക്ക് കയറി രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രഭാതമായപ്പോൾ അവൻ മലയിൽ നിന്ന് ഇറങ്ങി അവൻ എന്ത് ചെയ്തു? അവൻ 12 പേരെ തന്റെ ശിഷ്യഗണത്തിലേക്ക് തിരഞ്ഞെടുത്തു. മനസ്സിലായോ? ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് തലേന്ന് രാത്രി അവൻ എവിടെയായിരുന്നു? മലമുകളിൽ, പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ. മനസ്സിലായോ? അതാ പറയുന്നേ. അപ്പം എന്ത് കാര്യം ഈശോയുടെ ജീവിതം അതാ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. നമ്മൾ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എൻ്റെ മക്കളെ നമ്മൾ പ്രാർത്ഥിച്ച് ഒന്ന് ഒരുങ്ങണം. ഒരിക്കലും ദാനിയേലച്ചൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടതാ. അതായത് ദാനിയേലച്ചൻ ഇങ്ങനെ പ്രസംഗിച്ചു പറയാ, ഈ കൂട്ടത്തിൽ ഒരു ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടാൻ ഞാനൊരു വഴി പറയാമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഞാനും ഇത് കേട്ട്. കാരണം എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു കൊടുക്കാമല്ലോ. ഞാനും ഇത് കേട്ട്. അച്ഛൻ ഇത്രേ പറഞ്ഞുള്ളൂ. അതായത് വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ നല്ലൊരു ഒരുങ്ങിയൊരു കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി പോയി നോക്ക്, നിങ്ങളുടെ മുമ്പിൽ ദൈവം അടച്ചിട്ട വാതിൽ തുറക്കും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുക. ഈ ഒരു ക്രിസ്മസ് ശുശ്രൂഷയ്ക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് എൻ്റെ മക്കളെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക, എന്താണ് ക്രിസ്മസ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ദൈവമേ, കറണ്ടും വരുന്നില്ലേ? എന്താണ് ക്രിസ്മസ്? ബൈബിളിലെ രീതിയിൽ, ബൈബിൾ അനുസരിച്ച് പറയാതെ നിങ്ങൾക്കൊരു ഉത്തരം കാണുമല്ലോ. യേശുവിൻ്റെ ജനനം അത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. അക്രൈസ്തവർക്കും അറിയാം യേശുവിൻ്റെ ജനനമാണ് ക്രിസ്മസ് എന്നുള്ളത്. എന്നാലും നമുക്കൊരു വെറൈറ്റി ഉത്തരം അല്ലേ? നമുക്ക് മാത്രമായിട്ടൊരു ഉത്തരം കാണുമല്ലോ. എന്തിനും ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? എനിക്കൊരു ഉത്തരവുണ്ട്. ഞാനത് ക്രിസ്മസിന്റെ ശുശ്രൂഷയുടെ അന്ന് പറയാം. 24-ാം തീയതി ശുശ്രൂഷയ്ക്ക്, അന്നത്തെ കുർബാനയ്ക്ക് ദൈവം സഹായിച്ച് പ്രസംഗം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. മനസ്സിലായി എൻ്റെ ഉത്തരം? എന്നാലും ഒരു ഉത്തരം ഞാൻ പറയാം. ഇന്ന് വേറൊരു ഉത്തരവുണ്ട്. അതായത് എന്താണ് ക്രിസ്മസ് എന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളെ, എന്താണ് ക്രിസ്മസ് മാത്രമല്ല, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്കൊരു ഉത്തരം ഉണ്ടാകണം. എന്തിനും. ഞാൻ എന്തിനാ ജീവിക്കുന്നേ? ഭൂമിക്ക് ഭാരമാകാനോ? അല്ല, ഒരു ഉത്തരം വേണം. മനസ്സിലായോ? ഒരു ഉത്തരം വേണം നമുക്ക്. എനിക്ക് എന്താ ഈ അപ്പനും അമ്മയും തന്നത്? എനിക്ക് ഉത്തരം വേണം. അനുസരണ ഇല്ലെങ്കിൽ ഈ മക്കളെ ആണല്ലോ കർത്താവേ നീ എനിക്ക് തന്നത്, ഇല്ലേ? അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം വേണം. എന്തുകൊണ്ട് ഈ മക്കളെ തന്നു? നിങ്ങൾക്കൊരു ഉത്തരം വേണം. മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തിനൊരു ഉത്തരം വേണം. നമുക്ക് സ്വന്തമായിട്ട്, മറ്റുള്ളവർ പറയുന്നില്ല, നമുക്ക് സ്വന്തമായിട്ടൊരു ഉത്തരം വേണം. മനസ്സിലായോ? അപ്പോൾ എന്താണ് ക്രിസ്മസ് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം ഞാൻ പറയാൻ പോവാ. അതായത് ഇടം കിട്ടാത്തവന്റെ തിരുനാളാണ് എന്ത്? ക്രിസ്മസ്. ഹല്ലേലൂയ. മനസ്സിലായോ? ഇടം കിട്ടാത്തവന്റെ തിരുനാള്. ആർക്കാ ഇടം കിട്ടാതിരുന്നേ? ഈശോയ്ക്ക് ഇടം കിട്ടാതിരുന്ന ദിവസമാണ് ക്രിസ്മസ്. ഇനി മറ്റൊരു ചോദ്യം കൂടെ. യേശു കാലിത്തൊഴുത്തിലാണ് പിറന്നത്, നമുക്കറിയാം. യേശു കാലിത്തൊഴുത്തിലാണ് പിറന്നത്. യേശു ഈ ഭൂമിയിൽ വന്ന് ജനിക്കണമെന്നത് പിതാവായ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, അല്ലയോ? എന്തായിരുന്നു? ആയിരുന്നു. പിതാവായ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഈശോ ഈ ഭൂമിയിൽ ജനിക്കണമെന്നത്. എന്നാൽ യേശു കാലിത്തൊഴുത്തിലാണ് ജനിക്കേണ്ടതെന്നത് പിതാവായ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, അല്ലയോ? മനസ്സിലായോ പറഞ്ഞത്? യേശു ഭൂമിയിൽ ജനിക്കണമെന്നത് പിതാവായ ദൈവത്തിന്റെ പദ്ധതിയാ. എന്നാൽ യേശു കാലിത്തൊഴുത്തിൽ വന്ന് പിറക്കേണ്ടവനാണ് എന്നുള്ളത് പിതാവായ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, അല്ലയോ? ആയിരുന്നോ? അല്ലായിരുന്നോ? ആയിരുന്നോ? എന്നാ അല്ലായിരുന്നു. പിതാവായ ദൈവത്തിന്റെ പദ്ധതി അല്ലായിരുന്നു ഈശോ കാലിത്തൊഴുത്തിൽ പിറക്കണമെന്നുള്ളത്. മനസ്സിലായോ? പിന്നെ അങ്ങനെയാണെങ്കിൽ ആരുടെ പദ്ധതിയാ? അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ പദ്ധതിയാ. മനസ്സിലായോ? ലൂക്ക 2:7 ഒന്ന് എടുക്കാമോ? കറണ്ട് ഇല്ലെങ്കിൽ കണ്ണ് കാണാമോ? കണ്ണ് കാണുന്നത് കണ്ണാടി വേണോ? ലൂക്ക 2:7 വായിച്ചോ. അവൻ പിള്ളക്കച്ചോ? ആര്?
അവനെ ഓക്കെ, അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല, അത്രേ ഉള്ളൂ. അപ്പൊ പിതാവായ ദൈവം അല്ല ഈശോയെ പുൽത്തൊട്ടിൽ ജനിക്കാൻ കാരണമാക്കിയത്, പിന്നെയോ നമ്മൾ തന്നെയാ. മനസ്സിലായി? അതുകൊണ്ടാണ് ഇടം കിട്ടാത്തവന്റെ തിരുനാളാണ് എന്ത്? ക്രിസ്മസ്. എന്റെ മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുവിന്റെ ജീവിതത്തിൽ യേശുവിന് കാൽത്തൊഴുത്തിൽ പിറക്കേണ്ടി വന്നത് മനുഷ്യൻ കാരണമാ. നിറവേറുമായി നിന്ന ഉണ്ണീശോയെ ഉദരത്തിൽ ചുമന്ന നിറവേറുമായി നിന്ന മറിയത്തെ പുറംകാലും കൊണ്ട് മനുഷ്യൻ തള്ളിക്കളഞ്ഞപ്പോൾ, തകർത്ത് ഓടിച്ചു കളഞ്ഞപ്പോൾ, കാലുകളും കന്നുകാലികളും ഇടം കൊടുത്തതിന്റെ ഫലമായതുകൊണ്ടാണ് ഈശോ എന്ത് ചെയ്തത്? കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നത്. മനസ്സിലായോ? മനുഷ്യൻ തള്ളിക്കളഞ്ഞുകൊണ്ടാ ഈശോയ്ക്ക് കാലിത്തൊഴുത്തിൽ പിറക്കേണ്ടി വന്നത്. അത് ഒരിക്കലും പിതാവായ ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നില്ല, പിന്നെയോ മനുഷ്യന്റെ പദ്ധതിയായിരുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് അറിയോ? ഈ സംഭവത്തിലൂടെ സ്വർഗം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ചിന്ത എന്താണെന്നറിയാമോ? എന്റെ മക്കളെ, ഞാനും നിങ്ങളും ഒരിക്കലും നശിച്ചു പോകാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല എന്നതാ. മനസ്സിലായോ? ദൈവത്തിന്റെ പദ്ധതി അല്ലായിരുന്നു യേശു ഈ ചാണാക്കുഴി പിറക്കണമെന്നുള്ളത്. മനസ്സിലായോ? നാടൻ ഭാഷ പറഞ്ഞ ചാണാക്കുഴി. മനുഷ്യൻ കാരണമാണ് ഈശോ പിറക്കേണ്ടി വന്നത് അവിടെ. ദൈവത്തിന്റെ പദ്ധതി എന്താ? ദൈവത്തിന്റെ പദ്ധതി നല്ല അടച്ചുറപ്പുള്ള ഒരു ഭവനത്തിൽ, ഒരു സത്രത്തിൽ, അങ്ങനെയുള്ള ഒരു അടച്ചുറപ്പുള്ള ഒരു സ്ഥലത്ത് എൻ്റെ മകൻ ജനിക്കണം. അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. പക്ഷേ മനുഷ്യൻ പുറകാലം കൊണ്ട് അതിനെ തട്ടിക്കളഞ്ഞു. അതാ പറയുന്നേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ, നമ്മൾ ഒരിക്കലും നശിച്ചു പോകാൻ ഒരിക്കലും സ്വർഗം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതം നഷ്ടപ്പെടാനുള്ള കാരണം, എൻ്റെ ജീവിതം നശിക്കാനുള്ള ഒരു കാരണം എൻ്റെ മക്കളെ ഞാൻ തന്നെയാ. എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്കാരെ സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ, ഞാൻ പലപ്പോഴും പാപത്തിൽ വീണു പോകുന്നെങ്കിൽ എൻ്റെ മക്കളെ, അതൊരിക്കലും സ്വർഗമല്ല. അതിന് ഉത്തരവാദി ഞാൻ തന്നെയാണ്. അതിന് ഉത്തരവാദി. മനസ്സിലാവുന്നുണ്ടോ? പാപം ചെയ്യുന്നത് ഞാൻ കാരണമാ. എന്റെ മുമ്പില് നന്മയുടെ ഒരു വഴിയും പാപത്തിന്റെ വഴിയും തുറന്നു കിടപ്പുണ്ട്, ശരിയാ. എന്റെ മുമ്പിൽ ഞാൻ ജീവിക്കുന്നത് ഒരു ഏതം തോട്ടമാ. ഞാൻ ജീവിക്കുന്നത് ഒരു ഏതം തോട്ടത്തിലാ. ആ ഏതം തോട്ടത്തിൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന നല്ല മരങ്ങളുമുണ്ട്. നന്മ തിന്മയിലേക്ക് നയിക്കുന്ന മറ്റൊരു മരമുണ്ട്. നന്മ തിന്മയിലേക്ക് നയിക്കുന്ന മരത്തിലേക്ക് ഞാനാണ് പോകുന്നത്. എന്റെ മുമ്പിലുണ്ട്, ശരിയാ. എന്റെ മുമ്പിൽ പാപത്തിലേക്ക് നയിക്കുന്ന വഴിയുണ്ട്, നന്മയിലേക്ക് നയിക്കുന്ന, വിശുദ്ധിലേക്ക് നയിക്കുന്ന വാതിലുമുണ്ട്. പ്രാർത്ഥനയിലേക്ക് നയിക്കുന്ന ഒരു വാതിലുമുണ്ട്. പ്രാർത്ഥന ഇല്ലാതെ ജീവിക്കുന്ന ഒരു ജീവിതം എന്റെ മുമ്പിലുണ്ട്. പലപ്പോഴും പ്രാർത്ഥനയുള്ള ജീവിതം തിരഞ്ഞെടുക്കുന്നതിന് പകരം പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നതിന്റെ കാരണം അത് ഞാൻ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ ഒരു ഉത്തരവാദി എന്റെ മക്കളെ ഞാൻ തന്നെയാണ്. അത് ലോകത്തിലെ ജീവിതം ആയിക്കോട്ടെ, ലോകത്തിലെ ജീവിതം. ഞാൻ നേരത്തെ ശുശ്രൂഷ ചെയ്ത പള്ളിയിൽ സാധാരണക്കാരായ ആൾക്കാർ അവിടെ വളരെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേർക്കേ ഉള്ളൂ ഗവൺമെന്റ് ജോലി. ബാക്കിയുള്ളവരെല്ലാം സാധാരണ കൂലിപ്പണിക്കാർ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ ആ പള്ളിയിൽ ഒരു പോലീസ് ഓഫീസറുണ്ട്, ഒരു കോൺസ്റ്റബിളാണ് അദ്ദേഹത്തിന്. ഒരു പോലീസ് ഓഫീസർക്ക് ഒരു മാസം എത്ര രൂപ ശമ്പളം കിട്ടും? എല്ലാം പിടിച്ചും കഴിഞ്ഞാൽ ഒരു മാസം ഏകദേശം എത്ര കിട്ടും? ഒരു കോൺസ്റ്റബിളിന്. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചത് അങ്ങനെ അറിഞ്ഞതാ, അല്ലാതെ ഞാൻ നേരിട്ട് കണ്ടതൊന്നുമല്ല. ഞാൻ ചോദിച്ചറിഞ്ഞ അറിവിൽ നിന്ന് പറയുക. ഒരു കോൺസ്റ്റബിളിന് ഒരു മാസം കിട്ടുന്ന ശമ്പളം അതെല്ലാം അവിടെ പിടിക്കുമല്ലോ. എന്തൊക്കെ പിടിക്കാൻ എനിക്കറിയത്തില്ലേ, കുറെ അതും ഇതൊക്കെ പിടിക്കുമല്ലോ. എല്ലാം പിടിച്ചു കഴിഞ്ഞ് കൈ കിട്ടുന്നത് ഏതാണ്ട് ഒരു 40 രൂപയ്ക്ക് താഴെ ഉള്ളൂ. ഒരു 30,000-40,000 അകത്തേ അത് കിട്ടുന്നുള്ളൂ. മനസ്സിലായോ? ഇനി ആ പള്ളിയിൽ കൂലിപ്പണി ചെയ്യുന്ന ചില മനുഷ്യരുണ്ട്. മനസ്സിലായോ? ഒരു കൂലിപ്പണി, പ്രത്യേകിച്ച് ആ പള്ളിയിൽ മേശിരിപ്പണി ചെയ്യുന്ന വ്യക്തികളുണ്ട്. മേശിരിപ്പണി ചെയ്യുന്നത് അവിടെയൊക്കെ ഒരു മേശിരി പണി ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരു ദിവസത്തെ ശമ്പളമൊക്കെ അറിയാമോ? ഏതാണ്ട് 1,300-1,350 രൂപ കിട്ടും. 1,400-ന് കിട്ടും ഒരു ദിവസം ഒരു മേശിരിക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 10 ദിവസമായപ്പോൾ എത്ര രൂപയായി മക്കളെ? ഒരു ദിവസം 1,300 രൂപ. ഇന്ന് കണക്ക് പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. ഒരു ദിവസം 1,300 രൂപ. 10 ദിവസമായപ്പോൾ എത്ര രൂപയായി? 13,000 രൂപയായി. 20 ദിവസമായപ്പോഴോ 26,000. ഒരു മാസമായപ്പോഴോ 39,000 രൂപയാ. ദൈവം മേശിരി പണി മതിയായിരുന്നു.
ഒരു മാസം ഈ മനുഷ്യന് കിട്ടുന്ന 39,000 രൂപയാ. എന്നാൽ ഈ 39,000 രൂപ കിട്ടുന്നവൻ ഇപ്പോഴും ജീവിക്കുന്നത് ചറ്റക്കുടില്ല. മനസ്സിലായോ? ഈ പോലീസ് ഈ ഒരു കോൺസ്റ്റബിൾ ജോലി ചെയ്യുന്ന ഈ ഒരു മനുഷ്യന് അവന് അത് ഇത്ര പോലും കിട്ടുന്നില്ല. പക്ഷെ അവനൊരു 2 നില വീടും വെച്ച് ഒരു കാറും വാങ്ങിച്ച്, വലിയ വീടല്ലെങ്കിലും ഒരു വിധം സാധാരണ രീതിയിൽ നല്ല രീതിയിൽ നല്ല ചുറ്റുപാടുമായിട്ട് അവൻ ജീവിക്കുന്നുണ്ട്. എന്നാൽ അവനും ഉണ്ട് ലോണ്. അവൻ കിട്ടുന്ന ശമ്പളത്തിന്റെ ബാക്കി ഒരു ഭാഗം ലോണായിട്ടാണ് പോകുന്നത്. എന്നാൽ പോലും അവൻ ആ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. നല്ല വെൽ ഡ്രസ്സായിട്ട്, നല്ല എന്താ പറയുക, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ടിപ്പ് ടോപ്പായിട്ട് അവനും ജീവിക്കുന്നുണ്ട്. ഈ കൂലിപ്പണി ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ മേശിരിപ്പണി, ഞാൻ കൊച്ചാക്കുകയല്ല, ജീവിക്കാൻ അറിയാത്തതുകൊണ്ട്, മനുഷ്യന് ജീവിക്കാൻ അറിയില്ല. അത് നിങ്ങളെ പറഞ്ഞു തരിക. അല്ലാതെ മേശിരിപ്പണി ചെറുതാണെന്നൊന്നുമല്ല. മേശിരിപ്പണിക്കാണ് ഈ മനുഷ്യനേക്കാൾ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത്. പക്ഷെ അവൻ ജീവിക്കുന്നത് ഇപ്പോഴും ചെറ്റക്കുടില്ല. കാരണം എന്താ? എൻ്റെ മക്കളെ, ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെങ്കോട്ടയ്ക്ക് പോകുന്ന വഴിക്ക് ഒരാൾ എൻ്റെ ബൈക്കിൻ്റെ കൈ കാണിച്ചു. എനിക്കറിയാത്ത ഒരാളാണ്. ഞാൻ നിർത്തി. ചില സമയത്ത് ഞാൻ ഇങ്ങനെ നിർത്തി, അങ്ങ് കയറ്റിയപ്പം ആൾ, ഞാൻ ചുമ്മാ സംസാരിച്ചപ്പോൾ ആൾ തടിപ്പണി ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പം അച്ഛനാ സോറി അണ്ണ എന്നെ ഒന്ന് ഇറക്കണം, പോകുന്ന വഴിക്ക് ഒന്ന് ഇറങ്ങി, ഞാൻ സ്ഥലം പറയാം. ഓക്കെ. പോകുന്ന വഴിക്ക് എങ്ങാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ചെങ്കോട്ടയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു ബിവറേജ് ഉണ്ട്. അവിടെ എത്തിയപ്പോൾ ഈ മനുഷ്യൻ വണ്ടി നിർത്താൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടത് കാണുന്നത്. സത്യം പറയാലോ, എനിക്ക് കുറ്റബോധമായി. ദൈവമേ, ഞാൻ കാരണം ഓർത്തിനെ കള്ള് ഷാപ്പിൽ കൊണ്ടിറക്കുന്നത്. ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ ചേട്ടാ, ഇത് കുടിച്ച് വെറുതെ കളയാതെ നല്ല വെള്ളം വല്ലതും കുടിച്ച് ജീവിക്കാൻ നോക്ക്. ഉടനെ ഈ മനുഷ്യൻ എന്നോട് പറയുന്നത്, സോറി ചേട്ടാ, ഞാൻ തടിപ്പണി ചെയ്യുന്നൊരു വ്യക്തിയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വലിയ ഭാരമുള്ള തടിയൊക്കെ എടുത്ത് അതിൻ്റെ ഭാരവും അതെല്ലാം എടുത്ത് ആ ശരീരവേദനയൊക്കെ ഉണ്ട്, അതൊക്കെ കളയുന്നത് ഇത് കുടിക്കുമ്പോഴാണ്. ഇങ്ങനൊരു ചിന്ത പലപ്പോഴും ഈ താഴെ കിടക്കുന്ന ചില വ്യക്തികൾക്കുണ്ട്, ജീവിക്കാൻ അറിയാത്ത ചില വ്യക്തികൾക്കുണ്ട്. മനസ്സിലായോ? അതാ പറയുന്നത്. ഞാനിത് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ മക്കളെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അതായത് അറിഞ്ഞ് ചെലവാക്കാൻ പഠിക്കണം. ഇതൊരു ലോകത്തിൻ്റെ ടിപ്പാണ്. മനസ്സിലായോ? വരവറിഞ്ഞ് ചെലവാക്കാൻ പഠിക്കണം. ഞാനൊക്കെ തിരുവനന്തപുരം വിഴിഞ്ഞ ഭാഗത്തൊക്കെ മുക്കുവന്മാരെ കാണാനും ഒക്കെ അവിടെ കൂടെ അവിടെ പോരുന്നത്. വിഴിഞ്ഞത്ത് മുക്കുവന്മാരെ കാണാനല്ല, അവിടെ നല്ല മീൻ കൂട്ടി ഭക്ഷണം കിട്ടും, അത് കഴിക്കാൻ പോകുന്നേ. അപ്പോൾ ചില സമയത്ത് കുപ്പായത്തിൽ പോകുമ്പോൾ ഈ മുക്കുവന്മാർക്ക് ഒരു ഇതുണ്ട്, അച്ഛന്മാരെ എവിടെ കണ്ടാലും ഓടി വരും. വീട്ടിനകത്തിരിക്കുന്നതിന് ഓടി വരും, നമ്മുടെ മുന്നിൽ സ്തുതി വരും. അങ്ങനെ ഞാൻ ചില സമയത്ത് കുപ്പായത്തിൽ പോകുമ്പോൾ ഓടിയൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഇവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ ജീവിതം ഞാൻ കണ്ടറിഞ്ഞ കാര്യം എന്ന് പറയുമോ, ഇവർക്ക് ഒരു ദിവസം ഇവർ കടലിൽ പോയില്ലെങ്കിൽ അന്ന് അവരുടെ വീട് പട്ടിണിയാണ്. ഇവർക്ക് പിടിച്ചോണ്ട് വരുന്ന മീൻ വിറ്റ് കഴിഞ്ഞാൽ വലിയ പൈസ കിട്ടുന്നേ. മനസ്സിലായി? പക്ഷെ ഇവർ പ്രശ്നം അറിയോ, ഇവർ കുറേ പള്ളിക്ക് കൊടുക്കും. പള്ളിക്ക് കൊടുക്കാണ്ടെന്ന് പറയുന്നത്, പള്ളിക്ക് കൊടുക്കുന്നതല്ലതാ, പക്ഷേ കുറേ പള്ളിക്ക് കൊടുക്കും, കുറേ ഡ്രസ്സ് എടുക്കും, കുറേ ഫുഡ് അടിക്കും, എല്ലാം കുറേ മറ്റേ കുപ്പിയും കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് അങ്ങ് തീർക്കും. എന്നിട്ട് ഒരു ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ അന്ന് പട്ടിണി. സേവിങ്സ്. മനസ്സിലായോ? ഇത് എൻ്റെ മക്കളെ, ഇത് നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഒന്ന് അറിഞ്ഞ് ചിലവാക്കാൻ കഴിയണം. 2, കിട്ടുന്ന നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചേർത്ത് വെക്കുക, ഒന്ന് സേവിങ്സ് ചെയ്യാനായിട്ട് മക്കളെ നമുക്കൊന്ന് പറ്റണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അത് ലോകത്തിൻ്റെ, നമ്മളത് ലോകത്തിൻ്റെ കാര്യമല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഇനി നമ്മൾ ആത്മീയമായി ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം എൻ്റെ മക്കളെ, പാപത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് വീഴുന്നതാണ്. എൻ്റെ മുമ്പിൽ ഇത് പാപമാണെന്ന് എനിക്കറിയാം, മദ്യപിക്കുന്നത് പാപമാണെന്ന് എനിക്കറിയാം, മറ്റുള്ളവരെ നോവിക്കുന്നത് പാപമാണെന്ന് എനിക്കറിയാം, അയൽവാസിയോട് തിന്മ നിരൂപിക്കുന്നത് പാപമാണെന്ന് എനിക്കറിയാം, അന്യന്റെ ഭാര്യയെ അന്യന്റെ ഭർത്താവിനെ മോഹിക്കുന്നത് പാപമാണെന്ന് എനിക്കറിയാം, പ്രാർത്ഥിക്കാതെ ഒരു ദിവസം ഞാൻ ജീവിച്ചു പോകുന്നത് പാപമാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നിട്ട് പോലും ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ പാപത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മക്കളെ, ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിന് സന്തോഷങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്. ജോബിന്റെ പുസ്തകത്തിൽ വചനമുണ്ട്, ജോബ് 35:6. ഒന്നെടുക്കാമോ? നല്ലൊരു വചനം, നിങ്ങളത് മറക്കരുത് കേട്ടോ. ജോബ് 35:6. നീ പാപം ചെയ്തുവെങ്കിൽ കണ്ടോ, അവിടത്തേക്കെതിരായി നീ, അതായത് ഞാൻ പാപം ചെയ്താൽ ദൈവത്തിനെതിരായിട്ട് ഞാൻ എന്ത് തേടി? ഇനി നിന്റെ അകൃത്യങ്ങൾ പെരുകിയാൽ അത് അവിടുത്തെ ബാധിക്കുമോ? ഇല്ല. ഞാൻ പാപം ചെയ്താൽ ഒരിക്കലും ദൈവത്തിനല്ല കുഴപ്പമുണ്ടാകുന്നത്.
ഞാൻ പാപം ചെയ്താൽ ദൈവത്തിന്റെ വിശുദ്ധിക്ക് ഒരു നഷ്ടം ഉണ്ടാകില്ല. ഞാൻ പാപം ചെയ്താൽ എന്നിലുള്ള ഒരു വിശുദ്ധിയുണ്ട്. അത് സ്വർഗം എനിക്ക് തന്ന മാമോദീസ വേളയിൽ ഞാൻ സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി, ഒരു വിശുദ്ധി. മക്കളെ, ഞാൻ പാപം ചെയ്യുമ്പോൾ എനിക്കാണ് കുഴപ്പം ഉണ്ടാകുന്നത്, എനിക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത്, എനിക്കാണ് നഷ്ടം ഉണ്ടാകുന്നത് ഞാൻ പാപം ചെയ്താൽ. അതാ പറയുന്നത് എൻ്റെ മുമ്പിൽ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പഴയ നിയമത്തിൽ വചനമുണ്ട്, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. അല്ലേ? ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. നീ ജീവൻ തിരഞ്ഞെടുത്താൽ നീ ജീവിക്കും, എന്നാൽ നീ തിന്മ തിരഞ്ഞെടുത്താൽ നീ മരിക്കും. അപ്പോൾ ഞാൻ പാപം ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് മക്കളെ നഷ്ടം. അതുകൊണ്ട് നമ്മൾ ഈ ക്രിസ്മസിലേക്ക് നമ്മൾ ഒരുങ്ങുന്ന ഈ സമയത്ത്, ഈ ദിവസങ്ങളിൽ എൻ്റെ മക്കളെ അറിഞ്ഞുകൊണ്ട് ഇനി ഒരു പാപത്തിലേക്ക് വീഴാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അറിഞ്ഞുകൊണ്ട് നമ്മൾ പാപത്തിലേക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഈശോ കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നപ്പോൾ കാലിത്തൊഴുത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇല്ലേ? കാലിത്തൊഴുത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? കാലിത്തൊഴുത്ത് മാറി. മനസ്സിലായോ? കാലിത്തൊഴുത്ത് മാറി. എങ്ങനെയാ മാറിയത്? കാലിത്തൊഴുത്ത് എങ്ങനെയാ മാറിയേ? ദൈവം പിറന്ന ഇടം എന്ന പേരിൽ എന്തറിയപ്പെടാൻ തുടങ്ങി? ആ കാലിത്തൊഴുത്ത് അറിയാൻ തുടങ്ങി. മനസ്സിലായോ? ദൈവം പിറന്ന ഇടം എന്ന പേരിൽ ആ കാലിത്തൊഴുത്ത് അറിയാൻ തുടങ്ങി. ഈ ക്രിസ്മസിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു വലിയ നന്മ എന്ന് പറയുന്നത്, ഈശോ എൻ്റെ ഭവനത്തിൽ വന്ന് പിറക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. ഈശോ എൻ്റെ ഭവനത്തിൽ പിറക്കാൻ ആഗ്രഹിക്കണം മക്കളെ. നമ്മൾ ക്രിസ്മസ് ശുശ്രൂഷയ്ക്ക് വരുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും കർത്താവ് എൻ്റെ കൂടെ ഇല്ലെങ്കിലോ? മനസ്സിലായോ? കർത്താവ് എൻ്റെ കൂടെ ഇല്ലെങ്കിലോ ആ ജീവിതം കൊണ്ട് ഒരു നന്മയില്ല. അതുകൊണ്ട് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാകണം. ഈശോ എൻ്റെ എന്ത് ചെയ്യണം? എൻ്റെ ഭവനത്തിൽ പിറക്കണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമുക്കിരിക്കാം. കാലിത്തൊഴുത്തിനെ കർത്താവിൻ്റെ ജനനത്തോടു കൂടി ആ കാലിത്തൊഴുത്ത് വലുതായി മാറി. വലുതായി മാറി എന്ന് പറഞ്ഞാൽ ഒരു നിലയിൽ നിന്ന് മാറി 2 നില ആയെന്നല്ല, പിന്നെയോ അറിയപ്പെടാൻ തുടങ്ങി. ഇല്ലേ? അറിയപ്പെടാൻ തുടങ്ങി. അതുകൊണ്ടാണല്ലോ ലൂക്ക 2:12 പറയുന്നുണ്ട്. എങ്ങനെ? ലൂക്ക 2:12 എന്താ? പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്നാ പറഞ്ഞേ. ഇല്ലേ? പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. അതായത് യേശുവിന്റെ ജനനത്തോടു കൂടെ ഇത് യേശു ഉള്ള സ്ഥലമാണ് എന്ന് എല്ലാവരും അറിഞ്ഞു. മനസ്സിലായോ? ഈശോ ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സത്രത്തിലേക്കാണോ പിന്നെ മറ്റുള്ളവർ പോയത്? അല്ല. കൊട്ടാരങ്ങളിലേക്കാണോ പിന്നെ പോയത്? ഇല്ല. ഇല്ലേ? ആദ്യം വഴിതെറ്റി ജ്ഞാനികൾ കൊട്ടാരത്തിൽ പോകുന്നുണ്ട്. പക്ഷേ കൊട്ടാരത്തിൽ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വേറെ എങ്ങോട്ടാ പോയേ? അവർ പുൽക്കൂടിലേക്കാ പോയത്. ഇല്ല. എന്തുകൊണ്ടാ പുൽക്കൂടിൽ പോയതിന്റെ കാരണം? ആ പുൽക്കൂടിൽ ആരുണ്ട്? ഈശോയുണ്ട്. ഈശോയുണ്ട് മക്കളെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ഈശോ ഉള്ള ഒരു അനുഭവം ഉണ്ടാകണം. ഈശോ ഇല്ലാത്ത ഒരു ജീവിതം ഒരിക്കലും ഉണ്ടാകരുത്. മനസ്സിലായി? ഈശോ ഇല്ലാത്തൊരു ജീവിതം ഒരിക്കലും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒരിക്കലും ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് അച്ഛന്മാരോ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തുണ്ട്? ഒരിക്കലും ഞാൻ ഇവിടെ ഞായറാഴ്ച കുർബാനയ്ക്ക് പറഞ്ഞതാ, ഞങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും താമസിക്കുന്ന സ്ഥലത്ത് എന്തുണ്ട്? സക്രാരിയുണ്ട്, ദേവാലയമുണ്ട്, സക്രാരിയുണ്ട്, ഈശോയുണ്ട്. ഈശോയുടെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും, ഞങ്ങൾക്ക് ഒരു ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് കർത്താവിൻ്റെ അടുക്കൽ പോയിരിക്കാം. മനസ്സിലായോ? പക്ഷെ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലമോ? നിങ്ങൾ ജീവിക്കുന്ന സ്ഥലം ദേവാലയമാണോ? ആണോ? ആര് പറഞ്ഞാൽ അല്ലെന്ന്? ആണ്. നിങ്ങൾ ജീവിക്കുന്ന സ്ഥലം ഒരു ദേവാലയം തന്നെയാ. നിങ്ങളുടെ ഭവനം ഒരു ദേവാലയം മക്കളെ. നിങ്ങളുടെ ഭവനം ഒരു ദേവാലയമാ. ആ ഭവനത്തിലെ, ആ ദേവാലയമാകുന്ന നിങ്ങളുടെ ഭവനത്തിലെ സക്രാരിയാണ് എന്ത്? വിശുദ്ധ വേദപുസ്തകം. മനസ്സിലായോ? സക്രാരിയിൽ ഈശോ എങ്ങനെയുണ്ടോ അതേപോലെ അതേ സാന്നിധ്യം എവിടെയുണ്ട്? ഈ പുസ്തകത്തിലുണ്ട്. സക്രാരിയിലെ കുർബാനയെ എങ്ങനെ വണങ്ങണോ അതേപോലെ തന്നെ ഈ പുസ്തകത്തെ വണങ്ങണം.
സക്രാരിയുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നുവോ, എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ, അതേ പ്രാർത്ഥനയോടെ, അതേ അനുഭവത്തോടെ, അതേ ദൈവ സാന്നിധ്യത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പുസ്തകത്തിന് മുമ്പിൽ നിൽക്കണം. കാരണം എന്താ? നിന്റെ ദേവാലയമാകുന്ന ഭവനത്തിലെ ഒരു സക്രാരിയാണ് എന്ത്? ഈ പുസ്തകം. അങ്ങനെയാണെങ്കിൽ മക്കളെ, നിന്റെ കൂടെ ആരുണ്ട്? ഈശോയുണ്ട്. നിന്റെ കൂടെ ഈശോയുണ്ട്. ഇത് നീ കണ്ണും പൂട്ടി വിശ്വസിച്ചോണം. നിന്റെ കൂടെ ഈശോയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയാണ് അടുത്തൊരു ഒരു 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 നിങ്ങളുടെ എന്താ പറയുന്നത്, നിങ്ങളുടെ നെറുകം തലയ്ക്ക് ഒരു ആണി അടിക്കാൻ പോവാ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണേ, ഈശോ ഉള്ള ഇടത്തിൽ എന്തുണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? ഈശോ ഉണ്ട് നിങ്ങളുടെ ഭവനത്തില്. ഈ ദേവാലയത്തിൽ ഈശോയുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഈശോയുണ്ട്, എൻ്റെ കൂടെ ഈശോയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈശോ ഉള്ള ഇടത്തിൽ എന്തുണ്ടാകാൻ പാടില്ല? പാപം ഉണ്ടാകാൻ പാടില്ല, പിശാച് ഉണ്ടാകാൻ പാടില്ല, സാത്താൻ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, പാപത്തിലേക്ക് നയിക്കുന്ന ഓരോ സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഈശോ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം പുൽക്കൂട് പോലെ ഉയരും മക്കളെ. ഈശോ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പുൽക്കൂട് പോലെ നിന്റെ ജീവിതം മാറും, ഉയരും. പിന്നെ ബാക്കി നിന്റെ അയൽവാസികൾ പറയും, നിന്റെ കൂടെ ഉള്ളവർ പറയും നിന്റെ കൂടെ കർത്താവ് ഉണ്ടെന്ന്, നിന്റെ വീട്ടിൽ ഈശോ ഉണ്ടെന്ന്, നീ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് നിന്റെ മുഖത്ത് നോക്കി മറ്റുള്ളവർ പറയും. ഒരിക്കലും മദർ തെരേസ കൽക്കട്ട തെരുവില് കൽക്കട്ട തെരുവിൽ കിടക്കുന്ന കുഷ്ഠരോഗികളെ, മറ്റു രോഗാവസ്ഥയിൽ കിടക്കുന്ന, ആരോരും വേണ്ടാതെ കിടക്കുന്ന, ചെളിയിൽ കിടക്കുന്ന മനുഷ്യരെ എടുത്ത് കുളിപ്പിച്ച് അവർക്ക് നല്ല വേഷം കൊടുത്ത് അവരെ ചികിത്സിച്ച് അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുന്ന സമയത്ത് ഒരു കുഷ്ഠരോഗി, ഒരു മനുഷ്യൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ മദർ തെരേസയോട് പറഞ്ഞ എങ്ങനെയാ, അമ്മേ നീ ദൈവമാണോ? മദർ തെരേസയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി, ഇതാണ് എൻ്റെ ദൈവം. ഒരു മദർ തെരേസ, ഒരു സാധാരണ ഒരു മനുഷ്യ സ്ത്രീയായ ഒരു മദർ തെരേസയെ കണ്ടപ്പോൾ മറ്റൊരു മനുഷ്യന് തോന്നുക ഇത് ദൈവമാണ്. നമ്മളെ കണ്ടാ പറയുമോ മക്കളെ, നീ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്, അച്ഛനൊരു നല്ല അച്ഛനാണെന്ന് പറയുമോ എന്നെ നോക്കി? ഇല്ല. സിസ്റ്റർ നല്ലൊരു സിസ്റ്റർ, സൂപ്പറാ കേട്ടോ പറയൂ. എപ്പോഴാണെന്നറിയോ? സിസ്റ്റർ ഇങ്ങനെ ഓടിക്കളിച്ച് കിടക്കുമ്പോൾ അല്ലേ, എല്ലാ പെർമിഷൻ കൊടുക്കുമ്പോഴും വഴക്ക് പറയാതിരിക്കുമ്പോഴും ഇപ്പോൾ പറയും, അച്ഛനും കൊള്ളാം സിസ്റ്ററും കൊള്ളാം അല്ലേ? അങ്ങനെയാണെന്നോ പറയണ്ടേ? അല്ല. എൻ്റെ പ്രാർത്ഥനാ ജീവിതം കണ്ടുകൊണ്ട്, എൻ്റെ പരിശുദ്ധമായ എൻ്റെ വിശുദ്ധ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവർ പറയണം ഇത് യഥാർത്ഥ ക്രിസ്ത്യാനി. ഹല്ലേലൂയ. അങ്ങനെ ഈശോ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, പുൽക്കൂട്ടിൽ ഈശോ വന്ന് പറഞ്ഞപ്പോൾ ആരോരും അറിയപ്പെടാതിരുന്ന പുൽക്കൂട്ടിനെ കർത്താവ് വളർത്തിയതുപോലെ ഈശോ നിന്റെ ഭവനത്തിൽ വന്ന് പറക്കുമ്പോൾ മക്കളെ നീ കുറിച്ചു വെച്ചോ, നീ നോക്കി നിൽക്ക്, നിന്റെ ഭവനം മാറും, നീ ഉയരും, നീ ജീവിതത്തിൽ വലിയ നന്മകൾ കിട്ടും. നിന്റെ ജീവിതത്തിൽ വലിയ നന്മകൾ കിട്ടും ഈശോ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണല്ലോ, അതായത് 2 സാമുവേൽ 6:1 ഒരു സംഭവം പറയുന്നുണ്ട്. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ മതി, വീട്ടിൽ പോയി വായിച്ചാൽ മതി. സംഭവം ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. 2 സാമുവേൽ 6 കാണാൻ പറ്റും. അവിടെ ദാവീദ് ഇസ്രായേലിലെ 30,000 യോദ്ധാക്കളെയും കൊണ്ട് കർത്താവിന്റെ വാഗ്ദാന പേടകം എടുത്തുകൊണ്ട് വരാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കർത്താവിന്റെ വാഗ്ദാന പേടകം ദാവീദ് കൊണ്ടുവരുന്നത് ഒരു കാളവണ്ടിയിലാണ് കൊണ്ടുവരുന്ന വഴിക്ക് കാളവണ്ടിയുടെ ചക്ര ഒരു കുഴിയിൽ വീണിട്ട് വണ്ടി ഒന്ന് ഒലയും. അപ്പോൾ വണ്ടിക്കകത്ത് ഊസിയായും അതേപോലെ തന്നെ മറ്റാരും ഉണ്ടായിരുന്നു, അഹിയായും. മനസ്സിലായോ? ഊസിയായി അഹിയായി 2 പേര് ഈ കാളവണ്ടിയിൽ എന്നിട്ട് കൂടെ ഉണ്ട്, വാഗ്ദാന പേടകത്തിന് കൂടെയുണ്ട്. വണ്ടി ഒലയുമ്പോൾ വാഗ്ദാന പേടകം ഒലയുന്ന കണ്ടിട്ട് പെട്ടെന്ന് ഈ ഊസിയ എന്ത് ചെയ്യുന്ന പറയുക, ഊസിയ പെട്ടെന്ന് ഈ വാഗ്ദാന പേടകത്തെ കയറി പിടിക്കും. കാരണം ഇത് മറിയാതിരിക്കാൻ. ദൈവം ഇത് കണ്ട് ദൈവം കോപിച്ച് ഊസിയെ കൊല്ലുക. കാരണം എന്താണെന്നറിയോ? ഇത് ഒരുക്കമില്ലാതെ വാഗ്ദാന പേടകത്തെ ഊസിയ സ്പർശിച്ചത് കൊണ്ട് ദൈവം ഊസിയായെ കോപിച്ച് ഊസിയായെ വധിച്ചു എന്നാണ് പറയുന്നത്. ഇത് കണ്ടപ്പോൾ ദാവീദ് പേടിച്ചു. ദാവീദ് പേടിച്ച് മനസ്സിൽ പറഞ്ഞു, ഇത് എൻ്റെ നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നശിച്ചു പോകും. കാരണം എന്താ? നമ്മളാരും ഒരുക്കമില്ലാത്തവരാ അല്ലേ? നമ്മൾ ഒരുക്കമില്ലാത്തവരെ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളും പെട്ടുപോകും. അതുകൊണ്ട് ഇത് പോകുന്ന വഴിക്ക് ഇവർ എന്ത് ചെയ്യുന്നറിയോ, ഇത് ഓബേദ് എദോം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു ഈ വാഗ്ദാന പേടകം.
പിന്നീട് വചനം പറഞ്ഞു വെക്കുകയാണ്, താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതായത് കർത്താവ് അതായത് വചനം എഴുതി വെക്കുക, വാഗ്ദാന പേടകം അവന്റെ ഭവനത്തിൽ വെച്ച നാൾ മുതൽ കർത്താവ് ഓബദ് യദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. വാഗ്ദാന പേടകം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഇപ്പോഴത്തെ കോണ്ടക്സ്റ്റിൽ പറഞ്ഞ സക്രാരി, മനസ്സിലായോ? സക്രാരി. വാഗ്ദാന പേടകത്തിൽ ആരുണ്ട്? ദൈവമുണ്ട്. അങ്ങനെ വാഗ്ദാന പേടകം ഈ ഓബദ് എദോമിന്റെ വീട്ടിൽ കൊണ്ടുവെക്കുമ്പോൾ അവിടെ ആരുണ്ട്? ഈ ദൈവം തന്നെ ഉണ്ട്. മനസ്സിലായി? അപ്പോ വാഗ്ദാന പേടകം ദൈവം ആ ഭവനത്തിൽ വന്നപ്പോൾ ഓബദ് എദോമിനെ ആരെ അനുഗ്രഹിച്ചു? ദൈവം അനുഗ്രഹിച്ചു. അതുപോലെ ദൈവത്തെ, ഈശോയെ നമ്മുടെ ഭവനത്തിലേക്ക് നമ്മളൊന്ന് ക്ഷണിക്കണം മക്കളെ, നമ്മുടെ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കണം. അതെങ്ങനെയാണ് പ്രവേശിപ്പിക്കുന്നത്? നമ്മുടെ നല്ല ജീവിതം കൊണ്ടാണ്. പ്രാർത്ഥന, നമ്മുടെ പരിത്യാഗ പ്രവൃത്തി, വിശുദ്ധമായ ജീവിതം, പാപം ഉപേക്ഷിച്ചുള്ള ജീവിതം, കൂദാശകളോട് ചേർന്നുള്ള ജീവിതം, സഭയോട് ചേർന്നുള്ള ജീവിതം, മറ്റുള്ളവരുള്ള സ്നേഹവും പരിഗണനയും ഉള്ള ജീവിതം, അങ്ങനെ ജീവിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിനെ ഞാൻ എൻ്റെ ഭവനത്തിൽ ചേർക്കണം. വീണ്ടും ഉൽപ്പത്തി 39 മറ്റൊരു സംഭവമുണ്ട്. ജോസഫിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ ജോസഫിനെ നമുക്കറിയാം, ജോസഫിനെ സഹോദരന്മാർ വിൽക്കുന്നുണ്ട് അല്ലേ? ജോസഫിന്റെ സഹോദരന്മാർ വിൽക്കുന്ന സമയത്ത് ആർക്കാ? ഒരു ഈജിപ്തുകാരനാ ജോസഫിനെ വാങ്ങിക്കുന്നേ. ഈജിപ്തുകാരൻ ജോസഫിനെ അടിമയായിട്ട് വിലയ്ക്ക് വാങ്ങിയപ്പോൾ വചനം എഴുതി വെക്കുകയാണ്, ജോസഫിനെ പ്രതി, അതായത് ഈജിപ്തുകാരൻ തന്റെ ഭവനത്തിന്റെയും തന്റെ നാടിന്റെയും എല്ലാ ചുമതല ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ പ്രതി ഈജിപ്തുകാരനെ ദൈവം അനുഗ്രഹിച്ചു എന്നാ. മനസ്സിലായോ? ജോസഫ് എവിടെ ഉള്ളേ? ഒരു വിജാതിന്റെ വീട്ടില. ദൈവത്തെ സത്യദൈവത്തെ അറിയാത്ത ഒരു വിജാതിന്റെ വീട്ടിലാ സത്യദൈവത്തെ ആരാധിക്കുന്ന ആരുള്ളത്? ഒരു ജോസഫ് ഉള്ളത്. അപ്പൊ ജോസഫ് അവിടെ വന്നപ്പോൾ ജോസഫിനെ കണ്ടുകൊണ്ട് ആരെ അനുഗ്രഹിച്ചു ദൈവം? ഫറവോ അല്ല, ഈജിപ്തിലെ ഈജിപ്ഷ്യനെ അനുഗ്രഹിക്കുക. മനസ്സിലായോ? ഈജിപ്ഷ്യനെ അനുഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഈജിപ്ഷ്യനെ അനുഗ്രഹിക്കാൻ കാരണം? ജോസഫ് അവിടെ വന്നപ്പോൾ ഇവനെ അനുഗ്രഹിക്കാൻ കാരണം എന്താ? ഉൽപ്പത്തി 39 3 ഒരു വചനം പറയുന്നുണ്ട്. ഉൽപ്പത്തി 39:2, ഉൽപ്പത്തി 39:21, ഉൽപ്പത്തി 39:23 3 ഒരേ വചനം ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ! കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. മനസ്സിലായി? കൂടെയുള്ള ദൈവം മക്കളെ, നമ്മുടെ ദൈവം കൂടെയുള്ള ദൈവമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ പാപം കാരണം ബേത്ലഹേമിലെ സത്രത്തിൽ താമസിച്ചിരുന്നത് ചെയ്ത പോലെ പുറങ്കാല് കൊണ്ട് തൊഴിച്ചു കളയുകയാണ്. ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി എൻ്റെ അടുക്കിലേക്ക് വരിക. ഒരിക്കലും ഒരു അച്ഛൻ്റെ പ്രസംഗത്തിൽ കേട്ടതാ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന നിങ്ങളുടെ ദേവാലയത്തിൽ അർപ്പിക്കുന്ന സമയത്ത് വൈദികൻ കാപ്പ ഇടുമ്പോൾ തന്നെ മദ്ബഹ സ്വർഗമായി മാറും എന്നാണ് പറയുന്നത്. വൈദികൻ കാപ്പ ഇടുമ്പോൾ തന്നെ മദ്ബഹ സ്വർഗമായി മാറും. അപ്പോൾ ഈശോ ദേവാലയത്തിന്റെ വാതിൽ അവിടെ വന്ന് നിൽക്കും. എന്നിട്ട് വാതിലൂടെ കയറുന്ന ജനത്തോട് കർത്താവ് പറയും, നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? എൻ്റെ ഇത്താ ഇല്ലേ? അതായത് അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് കണ്ടില്ലയോ ഈശോ പറഞ്ഞെന്താ? നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളേ? അതിങ്ങ് കൊണ്ടുപോവാ ഇല്ലേ? നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? അതിങ്ങിത്താ. ഈശോ എന്നോടും നിന്നോടും ഒക്കെ ഇത് പറയുക. പക്ഷെ നമ്മളെന്ത് ചെയ്യും? ഇത് കേൾക്കാതെ ഒറ്റ പോക്ക അകത്തോട്ട് ഇല്ലേ? അകത്തോട്ട് പോയി അവിടെ ഇരിക്കും. എവിടെയാണോ സ്ഥലം അവിടെ ഇരിക്കും, അനങ്ങാതിരിക്കും ഇല്ലേ? ജീവൻ ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു കുത്തി നോക്കണം. നിലവിളിക്കുന്നെങ്കിൽ ജീവനുണ്ട് ഇല്ലേ? പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ മക്കളായില്ലേ, പലപ്പോഴും നമ്മളിങ്ങനെ ഈശോ ഉണ്ട് എന്ന് പോലും മറന്നുകൊണ്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചു പോവുകയാണ്. ഈശോ ഉണ്ട്, അത് നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കണം. ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. മടുത്തോ? 12 മണിയായില്ലേ? കറണ്ടും പോയി, കറണ്ടും വരുന്നില്ല. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമുക്കിരിക്കാം. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് കൂടെയുള്ള കർത്താവിനെ പറ്റി, ഈശോയെ പറ്റി. ഈശോ കൂടെ അതാണല്ലോ ദൂതൻ ജോസഫിനോട് പറയുന്നുണ്ടല്ലോ. മത്തായി സുവിശേഷം 1:23 പറയുന്നത്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൂതൻ ജോസഫിനോട് പറയുക, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. എമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ഇതിൽ മറ്റൊരു പ്രശ്നമുണ്ട്.
മനസ്സിലായോ? ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ യോഹന്നാൻ 10:11 എടുക്കാമോ? യോഹന്നാൻ 10:11. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. മതി. ഈശോ ഇതിൽ തന്നെ എന്തായിട്ടാ പറയുന്നേ? ഞാൻ നല്ല ഇടയനാണ്. യോഹന്നാൻ 10:14 ഈശോ ഇതേ തന്നെ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്. മനസ്സിലായോ? അത് നിങ്ങൾ മറക്കരുത്. ഇടയനാണ്, ഇടയൻ, ആ വാക്ക് മറക്കരുത്. ഇനി വീണ്ടും നമ്മൾ വരുമ്പോൾ യോഹന്നാൻ 15:15 ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ആ സംഭവം എങ്ങനെയാണ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, ഞാൻ പറഞ്ഞുതരാം. യോഹന്നാൻ 15:15 എമ്മാവോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്, ഇല്ലേ? എമ്മാവോസിലേക്ക് പോകുന്ന ശിഷ്യന്മാര്, എമ്മാവോസിലേക്ക് അവർ പോകുമ്പോൾ ആരവരുടെ കൂടെ നടന്നു എന്നാ പറയുന്നേ? ഈശോ അവരുടെ കൂടെ നടന്നു. ഈ രണ്ട് സംഭവം നിങ്ങൾ മറക്കരുത്. ഒരു വശത്ത് എന്താ? ഇടയൻ, മറുവശത്ത് കൂടെ നടക്കുന്നു, ഇല്ലേ? എമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെ നടക്കുന്നു. ഇനി ഞാനിത് വായിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായി. കാരണം ഒരു വശത്ത് ഇടയൻ്റെ സ്വഭാവം എന്താ? ഇടയൻ എപ്രകാരമാണ് പെരുമാറുന്നേ? സ്നേഹത്തോടെ. ഇടയൻ ആടുകളുടെ കൂടെ നടക്കുവോ മുമ്പേ നടക്കുവോ? കൂടെ നടക്കുവോ? മുമ്പേ നടക്കുന്നേ. ഇടയൻ മുമ്പേ. മനസ്സിലായോ? ഇടയൻ മുമ്പേയാ, പുറകെയാണ്. കമോൺ ആടുകൾ, അല്ലേ? ഇടയൻ വിളിക്കും, വാ, അല്ലേ? അപ്പൊ യേശു പറയാ, ഞാൻ ഇടയനാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് എനിക്ക് പോലും വലുതായിട്ട് മനസ്സിലായില്ല, എന്നാലും പറയുക. ശ്രദ്ധിക്കണേ. അതായത് ഈശോ പറയാ, ഞാൻ ഇടയനാണ്. അങ്ങനെയാണെങ്കിൽ ഈശോ എങ്ങനെ നടക്കേണ്ടതാ? മുമ്പേ നടക്കേണ്ടതാ, ഇല്ലേ? നമ്മളൊക്കെ പുറകെ നടക്കണം. അപ്പോഴാണ് അങ്ങനെ പറഞ്ഞ കർത്താവാണ് തൊട്ടടുത്ത അധ്യായം 15 വരുമ്പോൾ ഈശോ എന്ത് ചെയ്യുന്നത്? കൂടെ നടക്കുന്നേ. കണ്ടോ? എമ്മാവോസുകാർ മുമ്പേ നടന്നേ? ഇല്ല, കൂടെ നടക്കുക. എനിക്കിത് രണ്ടും സംഭവം വായിച്ചപ്പോഴും, ഈ വചനപ്രസംഗം ഒരുങ്ങുന്ന സമയത്ത് ഈ രണ്ട് സംഭവം വായിച്ചപ്പോഴും എനിക്ക് ഭയങ്കര സംശയം അടിച്ചു. അതായത് നമ്മൾ ഒറ്റ വാക്കി നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ, നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചിരിക്കടാ, ഇല്ലേ? പറയത്തില്ലേ? ഇതെനിക്ക് പറയാൻ തോന്നി കർത്താവിനോട്. കർത്താവ്, നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചിരിക്കേ, ഇല്ലേ? ഒരിടത്ത് കർത്താവ് പറയാൻ, ഞാൻ ഇടയനാ, അതായത് ഞാൻ മുമ്പേ നടക്കുന്നവനാ. തൊട്ടടുത്ത അധ്യായത്തിൽ നോക്കുമ്പോൾ മുമ്പേ നടക്കുന്നു പറഞ്ഞാൽ എന്താ കൂടെ നടക്കുന്നത്? അതെന്താ എനിക്ക് മനസ്സിലായില്ല. എൻ്റെ പ്രിയമുള്ള മക്കളെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു പള്ളിയിൽ ശുശ്രൂഷയും കഴിഞ്ഞ് ഞാൻ വരുന്ന വഴിയാണ്, ബൈക്ക് ഓടിച്ച് വരുവാ. ഏതാണ്ട് കൊളുത്തുപുഴ കഴിഞ്ഞ് തെമ്മല ആ ഒരു വനപാതയിലൂടെ ഞാൻ ഇങ്ങനെ രാത്രിയിൽ ഒരു 10 മണി കഴിഞ്ഞു, 10 മണി സമയത്ത് അങ്ങണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച മലയൻകീഴ് പള്ളിയിലെ കുർബാനയും കഴിഞ്ഞ് രാത്രി ഒരു 10 മണി കഴിഞ്ഞു. അതിലേക്ക് കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത, ഞാൻ പെട്ടെന്ന് ഇതിങ്ങനെ ഓർത്തുകൊണ്ട് വന്നു. ഓർത്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നതാണ്. അതായത് ഈശോ ഞാൻ നല്ല ഇടയനാണ് എന്ന് പറയുന്നത് ആരോടാ? ജനത്തോടാ പറയുന്നേ. മനസ്സിലായോ? ഉണ്ട്, അതിനകത്തുണ്ട്. ഈശോ ജനത്തോട് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. അതായത് ജനമെന്ന് പറയുമ്പോൾ പലതരമുണ്ട്, ഇല്ലേ? യേശുവിനെ സ്നേഹിക്കുന്നവരുണ്ട്, യേശുവിനെ സ്നേഹിക്കാത്തവരുണ്ട്, ഇല്ലേ? ഇപ്പം നിങ്ങൾ ലോകത്തിന് പല, ഇല്ലേ? ക്രൈസ്തവരുണ്ട്, അക്രൈസ്തവരുണ്ട്, ഇനി ക്രിസ്ത്യാനികൾ തന്നെ പല വിഭാഗമുണ്ട്, ഇല്ലേ? ഇനി ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുണ്ട്, നിരീശ്വരവാദികളുണ്ട്, എല്ലാവരും ഉണ്ട്, ഇല്ലേ? അപ്പൊ ഈശോ ജനത്തോട് പറയുകയാണ്, അതായത് പല രീതിയിൽ ജീവിക്കുന്ന ജനത്തോട് ഈശോ പറയുകയാണ്, എന്ത്? ഞാൻ ഇടയനാണ്. മനസ്സിലായോ? ഞാൻ ഇടയനാണ്. എന്നാൽ തൊട്ടടുത്ത അധ്യായത്തിൽ ഈശോ എന്ത് ചെയ്യുക? കൂടെ നടക്കുക. മനസ്സിലായോ? കൂടെ നടക്കുമ്പോൾ എൻ്റെ മക്കളെ, യോഹന്നാൻ 15 യോഹന്നാൻ 15 എമ്മാവ് സംഭവമല്ല, എനിക്ക് തെറ്റിപ്പോയത്. യോഹന്നാൻ 15 എന്ത് ചെയ്യുന്നറിയാമോ? യോഹന്നാൻ 15 ഈ പറഞ്ഞ ഈശോ യോഹന്നാൻ 15 ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? ചിന്തിക്കേ. ഇടയൻ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പേ നടക്കുക. ഞാൻ ഇടയനാന്ന് പറഞ്ഞാൽ ഈശോ മുമ്പേ നടക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ കർത്താവാണ് തൊട്ടടുത്ത അധ്യായത്തില് ഈശോ ശിഷ്യന്മാർ, യോഹന്നാൻ 15 ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു.
ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. ഇനി അങ്ങനെ വിളിച്ച കർത്താവ് ലൂക്ക 24 വരുമ്പോൾ 24:13 കാണുകയാണ്, എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് നടക്കുന്നു. അപ്പൊ മനസ്സിലായോ? അപ്പോൾ ഈശോ ഞാൻ ഇടയനാണെന്ന് പറഞ്ഞ ആരോടാ? ജനത്തോടാ. ജനം എന്ന് പറയുമ്പോൾ പല തരമുണ്ട്, പല തരത്തിലെ മനുഷ്യരോടാണ്, പല സ്വഭാവക്കാരോടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ ഇടയനാണ്. പക്ഷെ ഈശോ ഞാൻ സ്നേഹിതനാണ്, ഞാൻ നിങ്ങളെ സ്നേഹിതനെന്ന് വിളിച്ചു എന്ന് പറഞ്ഞ ആരോടാ? അങ്ങനെയാണെങ്കിൽ ആരോടാ പറഞ്ഞേ? ശിഷ്യന്മാരോടാ. മനസ്സിലായോ? ജനം വേറെ, ശിഷ്യന്മാർ വേറെ. മനസ്സിലായി? ജനം എപ്പോ വേണമെങ്കിലും പിരിഞ്ഞു പോവാം. അതാണല്ലോ യോഹന്നാൻ 6 യേശു വിശുദ്ധ കുർബാനെ പറ്റി ഇതല്ലേ യേശു തൻ്റെ ശരീരത്തെ രക്തത്തെയും പറ്റി വിശുദ്ധ കുർബാനെ പറ്റി ഈശോ ചങ്ക് പറിച്ച വേദനയിൽ പഠിപ്പിക്കുന്ന സമയത്താണ് ജനം പറയുന്നത്, കർത്താവേ ഇത് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ പ്രയാസമാണ് ഇല്ലേ, എന്നിട്ട് അവനെ വിട്ടുപോയെന്നാ പറഞ്ഞു. യോഹന്നാൻ 6 ഇല്ലേ? അനേകർ അവനെ വിട്ടുപോയി, പിന്നീട് അവർ ഒരിക്കലും യേശുവിനെ അനുഗമിച്ചില്ല. അപ്പോഴാണ് യേശു ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് 12 പേരിരിക്കുന്നത്. അതിൽ പത്രോസ് കർത്താവിനോട് ഇരിക്കുന്നത്, കർത്താവേ ഞങ്ങൾ എവിടാ പോണ്ടേ ഇല്ലേ? യേശു പത്രോസിനോട് ഇരിക്കുന്നില്ല, നീ വേണേ പൊയ്ക്കോ, അമാര് പോയത് കണ്ടില്ലേ, നീ വേണേ പൊയ്ക്കോ. ഉടനെ പത്രോസ് പറയുന്നത് എന്താ? അപ്പാ ഞങ്ങൾ എവിടാ പോണ്ടേ, ജീവന്റെ വചനം നിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ജനം ശിഷ്യന്മാര് രണ്ടും 2 തരക്കാരാ. ജനം എന്ന് പറയുമ്പോൾ അവർ എപ്പോൾ വേണമെങ്കിലും ഒരാവശ്യം വന്നു, ആവശ്യം കിട്ടി, അത് കഴിഞ്ഞാൽ പ്രാർത്ഥന തീരാം. ഒരാവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, നടന്നില്ല, പ്രാർത്ഥന നിർത്താം. മനസ്സിലായോ? ജനത്തിന്റെ ജീവിതത്തിൽ എപ്പോൾ എന്ത് സംഭവിക്കാം. വെള്ളത്തിൽ വരച്ച വര പോലെ അവരുടെ ആത്മീയത നഷ്ടപ്പെടാം. അങ്ങനെയുള്ള ജനത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയാ, ഞാൻ നിനക്കൊക്കെ ഇടയനാ, ഞാൻ അധികാരിയാ, അധികാരം കണ്ടുപിടിച്ച ഇടയനാ ഞാൻ നിനക്കൊക്കെ. പക്ഷേ വെള്ളത്തിൽ വരച്ച വര പോലെയല്ല, പിന്നെയോ ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത വിശ്വാസത്തിന് വര വരച്ച ഒരു 12 പേരായ ശിഷ്യന്മാരോട് നോക്കി കർത്താവ് പറയാ, ഞാൻ നിങ്ങൾക്ക് ഇടയനല്ല, പിന്നെയോ ഞാൻ നിങ്ങൾക്ക് സ്നേഹിതനാ. ഹല്ലേലൂയ. ഇപ്പൊ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അതായത് കർത്താവ് സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് കർത്താവ് ഇടയനല്ല, പിന്നെയോ സ്നേഹിതനാ. മനസ്സിലായോ? ഞാൻ കർത്താവിനെ സ്നേഹിച്ചു എന്നല്ല, കർത്താവ് എന്നെ സ്നേഹിച്ചാൽ കർത്താവ് എനിക്ക് ആരാ? സ്നേഹിതനാ. ഇത് നിങ്ങൾ മറക്കരുത്. മനസ്സിലായോ? ഇത് നിങ്ങൾ മറക്കരുത്. നമ്മൾ പലപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഇല്ലേ? നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്, കുർബാനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താ? എൻ്റെ ഭവനത്തിൽ ഈശോ വസിക്കുന്നുണ്ടോ? 2 ഞാൻ തിരിച്ചറിയേണ്ടത് എന്താ? 2 കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മനസ്സിലായോ? കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? ഞാൻ തിരിച്ചറിയണം. കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ തിരിച്ചറിയണം. അങ്ങനെ എൻ്റെ മക്കളെ, കർത്താവ് എന്നെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കർത്താവ് എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പോലും വിചാരിക്കുന്ന പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കും. മനസ്സിലായോ? കർത്താവ് എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയ സംഭവങ്ങൾ നടക്കുന്നേ. ഞാൻ പ്രതീക്ഷിക്കാത്ത വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കും. ഇത് നിങ്ങൾ എപ്പോഴും സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനം എടുക്കാമോ? ഒന്നാം സങ്കീർത്തനം എടുക്കാമോ? എളുപ്പമുള്ള സങ്കീർത്തനം. ദുഷ്ടന്റെ ഉപദേശം സ്വീകരിക്കാതെയും പാപികളുടെ വഴിയിൽ ഇരിക്കാതെയും അതായത് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഇനി എൻ്റെ കയ്യിൽ മറ്റൊരു ബൈബിളും കൂടെ ഉണ്ട്. ഇത് നമ്മുടെ പുതിയ ബൈബിൾ, അതായത് പഴയ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബൈബിളില്ലയോ, ഈ ബൈബിളിൽ നിന്ന് ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വ്യത്യാസപ്പെടുത്തി പുതിയൊരു പരിഭാഷ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? ആ ബൈബിളിലെ സങ്കീർത്തനം 1 എങ്ങനെയാ പറയുന്നതെന്ന് അറിയാമോ? അതായത് നിങ്ങളുടെ ബൈബിളിൽ 1 സങ്കീർത്തനം തുടങ്ങുന്നത് എങ്ങനെയാ? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുക മതി. ഇനി പുതിയ ബൈബിളിൽ തുടങ്ങുന്ന എങ്ങനെ അറിയാമോ? അനുഗ്രഹീതനത്രേ ഇവൻ, ദുഷ്ടരുടെ ഉപദേശത്തിൽ നടക്കാത്തവനും പാപികളുടെ വഴിയിൽ നിൽക്കാത്തവനും പരിഹാസകരുടെ പീഠത്തിൽ ഇരിക്കാത്തവനും. മനസ്സിലായോ? അപ്പോ ഇതിനകത്ത് പറയുന്നത് എന്താ? ഭാഗ്യവാൻ. പുതിയ ബൈബിളിൽ പറയുന്നത് എന്താ? അനുഗ്രഹീതൻ. മനസ്സിലായോ? അതായത്
കർത്താവ് നിന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നീ എന്താ, നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നേ? അനുഗ്രഹം, ഭാഗ്യമല്ല. മനസ്സിലായോ? ഒരു കാലത്ത് പഴയ ബൈബിളിൽ ഭാഗ്യം എന്നായിരുന്നു. പക്ഷേ പിന്നീട് ബൈബിൾ പണ്ഡിതന്മാര് ചിന്തിച്ചു, ഇങ്ങനെ അവരുടെ പ്രാർത്ഥനയിലൂടെ ചിന്തയിലൂടെ വന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ? അത് ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് ഭാഗ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഭാഗ്യം ലഭിക്കാൻ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കണമെന്നില്ല. മനസ്സിലായോ? രക്ഷപ്പെട്ടില്ലേ? ഭാഗ്യം കിട്ടാൻ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു ലോട്ടറി എടുത്തു, എനിക്ക് ലോട്ടറി 1ാം സമ്മാനം അടിക്കാൻ ഞാൻ ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കണേ കേട്ടോ, ദൈവത്തിൽ വിശ്വസിക്കേണ്ട. അത് എനിക്ക് കിട്ടുന്നതാണ്, കിട്ടും. അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി പഠിക്കുന്ന മക്കളെ, നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ നിങ്ങൾ ഓരോ ദൈവത്തെയും പ്രാർത്ഥിക്കണ്ട. ഇത് നേരത്തെ പറയണ്ടായിരുന്നു അച്ഛാ. നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ദൈവമേ, ഉതപ്പാവല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് സ്കൂളിൽ എപ്പോഴും സ്കൂൾ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി, കണ്ടോ, കറണ്ട് വരാൻ നമ്മൾ പ്രാർത്ഥിച്ചോ? ഞാൻ പ്രാർത്ഥിച്ചില്ല. സ്കൂളിൽ എല്ലാ വർഷവും സ്കൂൾ ടോപ്പിൽ നിൽക്കുന്ന ഒരു കുട്ടി, പരീക്ഷയ്ക്ക് നിൽക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് 10ാം ക്ലാസ്സിലും സ്കൂൾ ടോപ്പ് ആവില്ലേ? ആവും. അതിനാ കുട്ടി ഒരു നോവേനയും ചൊല്ലണ്ട, ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കണ്ട. മനസ്സിലായോ? കാരണം എന്താ? എൻ്റെ മക്കളെ, ആ കൊച്ചിന് കഴിവുണ്ട്, പഠിക്കാൻ കഴിവുണ്ട്. ഇനി ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ 4ാമത്തെ വർഷത്തിലേക്ക് പൗരോഹിത്യം സ്വീകരിച്ച് 4ാം വർഷമായി. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ചൊല്ലിയിട്ട് എഴുതി വെക്കും, എത്ര കുർബാന ചൊല്ലി എന്നുള്ളത് എഴുതി വെക്കും. ഇന്നത്തെ കുർബാന, ഇന്ന് ഞാൻ 2 കുർബാന ചൊല്ലി. നരിക്കൽ പള്ളിയിൽ കുർബാന രാവിലെ ചൊല്ലി, അത് കഴിഞ്ഞ് ഇവിടെ ഇന്ന് 2 കുർബാന ചൊല്ലി. ഞാൻ ഈ ഇന്നത്തെ ദിവസം വരെ ഞാൻ ചൊല്ലിയ കുർബാനകളുടെ എണ്ണം 1854 കുർബാന ഞാൻ ഈ 4 വർഷം ഈ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ചൊല്ലിയിട്ടുണ്ട്. 1854 കുർബാന ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ എത്ര കുർബാന ചൊല്ലി കാണും ഇല്ലേ? എന്നെക്കാളും കുർബാന ചൊല്ലിയവരുണ്ട് ഇതിനകത്ത്. അതായത് നമ്മളെല്ലാവരും കുർബാന ചൊല്ലുന്നുണ്ട്. അച്ഛൻ മാത്രമല്ല കുർബാന ചൊല്ലുന്നത്, നിങ്ങളും കുർബാന ചൊല്ലുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്നെക്കാളും കുർബാന ചൊല്ലുക നിങ്ങളൊക്കെ ഒരു 3000-4000 കുർബാനെങ്കിലും ആയിക്കാണ് നിങ്ങൾ. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും കുർബാന ചൊല്ലിയ എനിക്ക് ഇനി ഒരു കുർബാന ചൊല്ലാൻ ഈ കുർബാന പുസ്തകം വേണോ? പറ. വേണോ? വേണ്ട. ഏഞ്ചലിനറിയാം വേണ്ടെന്ന് ഇല്ലേ? എന്നാൽ എൻ്റെ മക്കളെ ശ്രദ്ധിക്കണേ, കുർബാന ചൊല്ലി പഴക്കം വന്ന എന്നെ സംബന്ധിച്ച് ഓരോ പ്രാർത്ഥനയും കാണാപ്പാടമാണ്. എനിക്ക് കാണാതെ വേണേ കുർബാന ചൊല്ലാം. എന്നാൽ ദൈവാനുഭവം വേണമെങ്കിൽ, മനസ്സിലായോ? ദൈവാനുഭവം വേണമെങ്കിൽ എൻ്റെ അറിവ് മതിയോ? മനസ്സിലായോ? പോരാ. പിന്നെന്ത് വേണം? ദൈവാനുഭവം വേണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം. മനസ്സിലായോ? ഞാനീ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അതായത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എപ്പോഴും ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ ഒരു പ്രയാസമില്ല. പഠിക്കാൻ പറ്റും, പഠിച്ചാൽ മനസ്സിലാവും ഇല്ലേ? മനസ്സിലാവും. പക്ഷേ പഠിക്കാൻ ഒരു കഴിവില്ലാത്തൊരു കുട്ടി, ഒരു കഴിവില്ല, എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയും പോകുന്നു. മനസ്സിലായോ? അങ്ങനെ പോകുന്ന ഒരു കുട്ടിക്ക് ജയിക്കണമെങ്കിൽ എന്തു വേണം? ദൈവ അനുഭവം വേണം. ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് എൻ്റെ കഴിവ് കൊണ്ട് ഒരു കാര്യം ചെയ്യുന്നതിന് എനിക്ക് ഒരു ദൈവത്തെയും വിളിക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞു വന്നേ. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, മനസ്സിലായോ? എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, അതെന്റെ കഴിവാ. പക്ഷെ ഞാൻ ഓടിക്കുന്ന വാഹനം അപകടത്തിൽ പെടാതിരിക്കണമെങ്കിൽ ആരെൻ്റെ കൂടെ വേണം? തമ്പുരാൻ എൻ്റെ കൂടെ വേണം. ഇപ്പൊ മനസ്സിലായോ? വല്ല മനസ്സിലായോ? ഇത് എനിക്കേ പ്രയാസമായിരുന്നു മനസ്സിലാക്കിയെടുക്കാൻ കേട്ടോ. അതായത് നിങ്ങൾ ഇത്ര കേട്ടോ,
ദൈവാനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ, ഞാൻ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞുതരാം, അപ്പം കുറച്ചുകൂടെ വ്യക്തമാവും. ദൈവ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ കാര്യങ്ങൾ സംഭവിക്കും എന്നതിനൊരു വചനഭാഗമുണ്ട്. അത് മർക്കോസ് 16 ഒന്നെടുക്കാമോ? മർക്കോസ് 16 ഒന്നെടുക്കാമോ? മർക്കോസ് 16:17 മുതൽ എടുക്കുക. മർക്കോസ് 16:17 മുതൽ. ഇത് കുറച്ച് നീണ്ടു പോകുന്നുണ്ട്, മടുത്തോ? മർക്കോസ് 16:17 മുതൽ. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം? അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന അടയാളങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, അവർ എന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കുക. ഒന്ന്. ഇനി രണ്ടാമത്, പുതിയ ഭാഷകൾ സംസാരിക്കും. 2. മൂന്നാമത്, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. 3. നാലാമത്, മാരകമായി എന്തു കുടിച്ചാലും അതവർ ഉപദ്രവിക്കുകയില്ല. 5. അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, 5 ഉള്ളൂ. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ദൈവാനുഭവം ലഭിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വലിയ അടയാളങ്ങൾ, അതേ നേരത്തെ പറഞ്ഞ വലിയ സംഭവങ്ങൾ എന്തൊക്കെയാ? അതാണ് ഈ പറയുന്നത്. ഒന്നെന്താ? പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അതവർ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കും. ഇതിൽ 5 എണ്ണത്തിൽ 3 സാധാരണ നമുക്ക് അറിയാതെ, സാധാരണ എപ്പം വേണമെങ്കിലും സംഭവിക്കാം. 2 നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളത്. ഏതൊക്കെയാ? മനസ്സിലായോ? 3 നോർമൽ, ആർക്ക് എപ്പം വേണം സംഭവിക്കാന്ന് നമ്മളെപ്പോഴും കാണുന്നതാണ്. പക്ഷെ 2 അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ 5 സംഭവത്തിൽ ഏതൊക്കെയാ? സർപ്പങ്ങളെ കയ്യിലെടുക്കും, രോഗികളുടെ മേലോ മാരകമായി എന്തു കുടിച്ചാലും അതവർ ഉപദ്രവിക്കുകയില്ല. സത്യം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളൊക്കെ യേശുവിൽ വിശ്വസിക്കുന്നവരാ, ഇല്ലേ? നമ്മുടെ ഉമ്മച്ചാൻ ഭയങ്കര പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ, ഞാൻ കറക്റ്റ് കുറ്റം പറയില്ല. ഉമ്മച്ചാൻ ഭയങ്കര പ്രാർത്ഥനയായിട്ട് കിടക്കുക. അപ്പോഴാണ് വീട്ടിന് മുമ്പിൽ ഒരു സർപ്പം. സോഫി പറഞ്ഞു, അച്ഛാ അങ്ങോട്ട് പോകരുത്, നീ പോടി, ഞാൻ പ്രാർത്ഥിക്കുന്നവനാ, എനിക്ക് ദൈവത്തിൽ നല്ല വിശ്വാസം എന്ന് പറഞ്ഞ് ഓടിപ്പോയി സർപ്പത്തെ എടുത്തു. സർപ്പം ഉമ്മച്ചനെ നോക്കിയിട്ട്, പ്രാർത്ഥിക്കുന്നവനാ, പോട്ടെ എന്ന് പറഞ്ഞ് പോവോ? ഇല്ല, കൊത്തും. ഇല്ലേ? സോഫി രാത്രി സ്വപ്നമൊന്നും കാണില്ല കേട്ടോ, ഇല്ലേ? കൊത്തതില്ലേ? അപ്പൊ പ്രാർത്ഥിക്കുന്നു പറഞ്ഞതോ? ഇനി മാരകമായി എന്ത് കുടിച്ചാലും, ഞാനൊരു അച്ഛനാ, ഓക്കെ, ഒരു ഗ്ലാസ് വിഷം ഇരിക്കുന്നു, ഞാൻ അച്ഛനാ, ഒന്നും സംഭവിക്കും, ഞാൻ കുർബാന ഇല്ലെന്ന്, ഒന്നും സംഭവിക്കുന്നത്, എടുത്തം കുടിച്ചു, പച്ചവെള്ളം കുടിക്കുന്ന പോലെ, മാംഗോ ജ്യൂസ് കുടിക്കുന്ന പോലെയും കുടിച്ച്, എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ? പിന്നെ അടുത്ത ദിവസം നിങ്ങളെല്ലാവരും മണ്ണൂർ എൻ്റെ ഇടവക വരും, എൻ്റെ അടക്കിന്. അപ്പൊ പിന്നെ ഇതെന്ത് എഴുതിയിരിക്കുന്നേ? ഈ ബൈബിൾ മുഴുവൻ തെറ്റാണല്ലോ കർത്താവേ. അല്ല, ഇതെന്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? എന്തുവാ? നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. അപ്പോൾ ഉണ്ടല്ലോ, ചിന്തിച്ചുകൊണ്ട് നമ്മൾ റോഡിൽ കൂടെ വെറുതെ നടന്നാണ്ടല്ലോ, ഇതിന്റെ അർത്ഥം കർത്താവ് തന്നെ പറഞ്ഞു തരും. മനസ്സിലായോ? അതായത് ഇത്രയേ ഉള്ളൂ. നീ സർപ്പത്തെ പിടിച്ചെന്ന് പറഞ്ഞ് സർപ്പം കൊത്തു, അങ്ങനെയൊന്നുമല്ല. നിന്റെ ജീവിതത്തിൽ നീ പോലും വിചാരിക്കാത്ത വലിയ കാര്യങ്ങൾ നടക്കും. അതാണ് സംഭവം. ഈശോ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, മനസ്സിലായി? എമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെ, അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ പ്രതീക്ഷിക്കാത്ത വലിയ ഉയരങ്ങളിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഒരിക്കല് ഞാൻ നേരത്തെ ശുശ്രൂഷ ചെയ്ത പള്ളി വരാത്ത ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ പള്ളി ഒരിക്കലും വരില്ല. അപ്പം ചേട്ടൻ ഒരിക്കലും, ഞാൻ ഇവിടെ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല, എന്നാലും ഒന്നുകൂടെ കേട്ടോ. അപ്പം ചേട്ടൻ ഒരിക്കൽ ഇങ്ങനെ വൈകുന്നേരം ചായ കുടിക്കാൻ പോയതാ. വൈകുന്നേരം 4 മണിക്ക് ചായ കുടിക്കാൻ കടയിലേക്ക് പോയതാ. അങ്ങനെ ചില മനുഷ്യരുണ്ടല്ലോ, വീട്ടിലെ ചായ കൂച്ചത്തില്ല, കടയിലെ ചായയെ കൂച്ചു. അങ്ങനെ കുറേ മനുഷ്യരുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ചായ കുടിക്കാൻ പോയതാ ഈ ചേട്ടൻ. പോയ വഴിക്ക് തല ഇറങ്ങി വീണു. ആരൊക്കെയോ കണ്ട് പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. മനസ്സിലായോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചേട്ടന് സീരിയസ് ആയതുകൊണ്ട് വെന്റിലേറ്ററിലായി. അപ്പോൾ ഈ ചേട്ടൻ്റെ ഭാര്യയും മക്കളും കൊച്ചുമക്കളൊക്കെ പള്ളി വരുന്നവരാ. അപ്പോൾ ഞാനിത് അറിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഈ ചേട്ടൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, വെച്ചാൽ ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഓപ്പറേഷൻ ചെയ്താലും 100ൽ 2% ചാൻസ് ഉള്ളൂ രക്ഷപ്പെടാൻ.
ബാക്കി 98% ആൾ മരിക്കാൻ സാധ്യതയുണ്ട്. എന്ത് വേണം? ഡോക്ടർമാർ ചോദിച്ചു. ചിലപ്പോൾ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഭാഗ്യത്തിന് 2 ചാൻസ് കിട്ടിയാലോ. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, അച്ഛാ ഓപ്പറേഷൻ ചെയ്യണം. ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അതായത് ചേച്ചി പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടത്തി നമുക്ക് ചാൻസ് ഇല്ലല്ലോ, നമുക്ക് കാരണം ഓപ്പറേഷന് പൈസയാവും, ഫ്രീ ആയിട്ട് ആരും ചെയ്തില്ലല്ലോ, പൈസയാവുമല്ലോ. അപ്പോൾ അത്രയും പൈസ കൊടുത്തിട്ട് ആളെ ജീവനോടെ കിട്ടിയില്ലെങ്കിലും നമുക്കൊരു ചാൻസ് എടുക്കണ്ട. ഉടനെ ചേട്ടത്തി എന്നോട് പറഞ്ഞതറിയാമോ, അച്ഛാ ഞാൻ എൻ്റെ ചേട്ടന് സുഖമാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ചേട്ടത്തി ഇത് ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂവെങ്കിൽ ഞാൻ ഇതൊരിക്കലും ഇവിടെ പറയില്ലായിരുന്നു. സാധാരണ നമ്മളെല്ലാവരും പറയത്തില്ല പ്രാർത്ഥിച്ചോളാം ഇല്ലേ, അത്രയും മാത്രമേ ചേട്ടത്തി പറഞ്ഞുള്ളൂ എങ്കിൽ ഞാൻ ഇതൊരിക്കലും പറയില്ല. ഇത് കഴിഞ്ഞിട്ട് ചേട്ടത്തി പറഞ്ഞെന്താ പറയുമോ, അച്ഛാ ഞാൻ എൻ്റെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ പ്രാർത്ഥന ഈശോ കേട്ടിട്ട് ഈശോ എൻ്റെ ചേട്ടന് സൗഖ്യം കൊടുക്കും. അങ്ങനെ എൻ്റെ ചേട്ടന് സൗഖ്യം കിട്ടി കഴിയുമ്പോൾ യേശുവാണ് എനിക്ക് സൗഖ്യം തന്നത് എന്ന് എൻ്റെ ചേട്ടൻ മനസ്സിലാക്കിയിട്ട് നാളെ മുതൽ എന്റെ കൂടെ എന്റെ ചേട്ടൻ പള്ളിയിൽ വരും. ഹല്ലേലൂയ. ഒരു അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു പാവം പിടിച്ച ഒരു അടുക്കളവാസിയായ ഒരു സ്ത്രീയുടെ വലിയ വിശ്വാസം, ഈശോയാണ് എന്റെ ചേട്ടന് സൗഖ്യം കിട്ടിയതെന്ന് എന്റെ ചേട്ടൻ ഇന്ന് മനസ്സിലാക്കില്ലായിരിക്കും, നാളെ മനസ്സിലാക്കും അച്ഛാ. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇന്നലെ വരെ എന്റെ ചേട്ടൻ പള്ളി വരാത്ത എന്റെ ചേട്ടൻ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്റെ കൂടെ പള്ളി വരും. മക്കളെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഇന്ന് ആ ചേട്ടൻ ജീവനോടെ ആ വീട്ടിലുണ്ട്. പക്ഷെ പള്ളിയിലെങ്ങും പോകുന്നില്ലെന്നേ ഉള്ളൂ. ചേട്ടൻ പള്ളിയിലെങ്ങും പോകുന്നില്ല, പക്ഷെ ജീവനോടെ വീട്ടിലുണ്ട്. എന്താ സംഭവിച്ചെന്നറിയാമോ? ആ ചേട്ടത്തിയുടെ ഒരൊറ്റ പ്രാർത്ഥനയിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ഒരു ചാൻസ് ഇല്ലാത്തിടത്ത് നിന്ന് ദൈവം ഉയർപ്പിച്ചു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതാ പറയുന്നേ എൻ്റെ മക്കളെ, നിങ്ങൾ ഇപ്പം വിചാരിക്കും എനിക്ക് പഠിക്കാൻ കഴിവുണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനല്ല, നിങ്ങൾക്ക് പഠിക്കാൻ കഴിവുണ്ട്, ശരിയാ പഠിക്കാൻ കഴിവുണ്ട്. പക്ഷേ നിങ്ങൾ പോലും വിചാരിക്കാത്ത വലിയ റിസൾട്ട് മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ മുട്ടുകുത്തണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് സംഭവിക്കും മക്കളെ, എല്ലാവരും ജീവിതത്തിൽ സംഭവിക്കും. പറയുന്നത് ഉയർത്തും മക്കളെ, ദൈവത്തിന് മുമ്പിൽ നമ്മളൊന്ന് മുട്ടുകുത്തും. ഞാൻ ഒരിക്കലും എൻ്റെ പള്ളി പറഞ്ഞല്ലേ, കോഴി മുട്ടയ്ക്ക് അടയിരിക്കുന്ന പോലെ അങ്ങ് അടയിരിക്കണം കർത്താവിന് മുമ്പിൽ, അടയിരിക്കണം. ദൈവം ഉയർത്തും നിന്നെ, മനസ്സിലായോ? നമുക്ക് ഈ ഒരു വിശ്വാസത്തോടു കൂടെ നമുക്ക് ക്രിസ്മസിന് ശുശ്രൂഷയിൽ സംബന്ധിക്കാം. മക്കളെ ഒരിക്കലും കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുന്ന കർത്താവല്ല. അവൻ നമ്മുടെ ഭവനത്തിൽ എല്ലാ ദിവസവും നമ്മുടെ ഭവനത്തിൽ ജനിക്കുന്നുണ്ട്. എങ്ങനെയാ? ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പോകുമ്പോഴും എൻ്റെ ഭവനത്തിൽ ഈശോ ജനിക്കുന്നുണ്ട്. എൻ്റെ ഭവനം ഒരുപക്ഷെ വലിയ ഭവനമൊന്നും ആയിരിക്കത്തില്ല, സാധാരണ ഒരു ചെറിയ ഭവനമായിരിക്കാം, മാറാലൊക്കെ പിടിച്ച ഭവനമായിരിക്കാം. എന്നാൽ പോലും ഞാൻ കുർബാന സ്വീകരിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ എൻ്റെ കൂടെ ആരുണ്ട്? ഈശോ കയറുന്നുണ്ട്. ഇത് വിശ്വസിച്ച്, കണ്ണും പൂട്ടി വിശ്വസിച്ച് നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ച് അറിഞ്ഞുകൊണ്ട് പാപത്തിൽ വീഴാതെ നിങ്ങൾ ജീവിക്ക്, ദൈവവചനം അനുസരിച്ച് നിങ്ങൾ ജീവിക്ക്. എൻ്റെ മക്കളെ ഞാൻ അവസാനത്തിൽ കൊണ്ട് നിർത്തിയ പോലെ പറയുകയാണ്, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി കർത്താവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ നടത്തും. ഹല്ലേലൂയ. ഹബക്കൂക്ക് 1:5. ആര് പറഞ്ഞാലും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി കർത്താവ് നിന്റെ ജീവിതത്തിൽ നടത്തും. നമുക്ക് ആ ഒരു വിശ്വാസത്തിൽ ആയിരുന്നു കൊണ്ട് നമുക്ക് തുടർന്ന് ഈ ക്രിസ്മസിനെ നമുക്ക് വരവേൽക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.